ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅറാജ് നടന്നങ്ങനത്തെ ഒരു ജാവായിട്ടിക്കർ ഇന്നത്തെ ജാവ്. ഇസ്റാ മിഅറാജിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഗൊന്തുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബേജാറായ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബൂ ത്വാലിബും അതുപോലെ ഖദീജ ഉമ്മയും മുത്തുനബിയിൽ നിന്ന് വേർപെട്ട സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്ങുകാവാത്ത ജണ്ട് താന് ധനലായിട്ട് ഇന്നത്തെ വ്യക്തിത്വമായിട്ട് മരണപ്പെട്ടത്. അതുമാത്രമല്ല, മക്കത്തുല്ലങ്ങനത്തെ മുശ്രിക്കീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുമ നമ്പലവും ഉപദ്രവവും ആക്കിയോ ഇന്ന് ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ആരെങ്കിലും ഒരു ബന്ധപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സഹകാരം ആക്കിക്കൊണ്ടിരുന്നെങ്കിൽ അങ്ങനെ പോലും മക്ക മുശ്രിക്കീൻ വിട്ടോയില്ലാത്ത ഉപദ്രവാക്കിയോ ഇന്ന ഒരു സമയം. ആ സമയത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസമാധാനത്ത് പേനായിട്ട് തൻ്റെ ഉമ്മയുടെ ഫാമിലിയായ ത്വായിഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോണ്ടി. ത്വായിഫിക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പ്രതീക്ഷിച്ച കാര്യമല്ല അവിടെ നടന്നത്, നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ നടന്നത്. ത്വായിഫിലുള്ള ആൽമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ലരിയുടെയും നബി തങ്ങൾ എന്തെല്ലാം വേണ്ടാത്ത പലക്കെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയും നബി തങ്ങളെ കാലുകൾ കല്ലെറിഞ്ഞിട്ട് അതിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ച ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കത്തിലും ത്വായിഫിലും എവിടെയും സഹായം കിട്ടാത്ത ആ സമയം ബേജാറിൽ ത്വായിഫിൽ നിന്ന് തിരിച്ചു വേണ്ട സമയത്തിൽ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചൊല്ലു, നബിയെ അങ്ങ് എന്തിന് നബിയെ ബേജാറാവടെ, അങ്ങൊന്ന് മൂല്യങ്ക് അങ്ങൊന്ന് ആവുണ്ട് ചെന്നെങ്കിൽ ആ കാണ്ട പർവ്വതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു സമ്മതം ഇന്നെങ്കിൽ ഈ സമൂഹത്തെ മേൽ ഞാൻ മരിച്ചിരട്ട നബിയെ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന് വേണ്ട. ആ സമുദായത്തിൽ നിന്ന് ആ ഗോത്രത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിൽ, ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിൽ അതായിട്ട് ഹൈർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിട്ടു അങ്ങനെ പൂർത്തപ്പെട്ടിട്ടില്ലെങ്കിലും എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മുശ്രിക്കീൻ ഉപദ്രവാക്കി വരുന്നാർ. മുത്തുനബി തങ്ങൾ സുജൂദിലിക്കട സമയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽത്തുക വന്നിട്ട് ഒട്ടകത്തെ ചീഞ്ഞ കറലും അതിലെ വേസ്റ്റേജുകൾ കൊടുന്നിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ എനിക്ക് പോലും പ്രയാസപ്പെട്ട ആ സമയം. ഇതെല്ലാം ബേജാറിലിക്കട സമയത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിലേക്ക് തങ്ങളെ വിളിക്കരുത്, തങ്ങളെ അള്ളാഹുടെ മുട്ട വിളിച്ചു പോയിട്ട് തങ്ങൾക്കൊരു സമാധാനം കൊടുത്തൊരു നാളായിട്ട് ഇസ്റാ മിഅ്റാജ് നടന്ന ജാവ്. അള്ളാഹുടെ നേരിൽ കാണുകയും അള്ളാഹു സംസാരിക്കുകയും മാത്രമല്ല, മക്കത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ എത്രമോ അംബിയ 1,00,000 അംബിയ മുർസലീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇമാമത്ത് നിന്നിട്ട് അതായിട്ട് എല്ലാ നബിമാരെക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശ്രേഷ്ഠരെന്ന് ചൊല്ലൊരു തെളിവ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. അതുകൊണ്ടായിട്ട് തങ്ങളവിടെ ഇമാമത്തിന് പാട്ടിയത്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു ധാരാളം നീണ്ട ചരിത്രം വളരെ ഷോർട്ടാക്കിയിട്ട് ശരിയാക്കിയിട്ടായിട്ട് ചൊന്നുകൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ മിഅ്റാജ് രാത്രിയിലായിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നിസ്കാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആദ്യം 50 വക്ത് നിസ്കാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഖേനം അത് ചുരുക്കിയിട്ട് പിന്നെ 5 വക്ത് വന്നെത്തി. ആ സമയത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലു, നബിയെ നന്റെ സമുദായത്തിന് ഒരു വക്ത് കിട്ടിയിട്ട് പോലും അങ്ങ് നിസ്കരിക്കത്തില്ല, ഇതിലും ഷോർട്ടാക്കുമെന്ന് ചൊല്ലൂർ നബിയെ. നബി തങ്ങൾ ചൊല്ലിയില്ല, നക്ക് അള്ളാഹുടെ മുട്ട പോയിട്ട് ഏനും ഇതിൽ ചുരുക്കൊക്കെ ചൊല്ലു, നക്ക് ലജ്ജ ഉണ്ടു, നക്ക് സമാധാനാവില്ല ഈ 5 വക്ത് മയ്യൻ എന്നെങ്കിൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളായ ഞങ്ങൾക്ക് 5 വക്ത് നിസ്കാരമാണെങ്കിലും 50 വക്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു ഞങ്ങൾക്ക് തൻ്റെത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ മിഅ്റാജ് നടന്ന ജാവുലു അല്ലെങ്കിൽ ഈ 4 ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിസ്കാരം ഖദാക്കില്ല,
എന്ത് പ്രശ്നവും ഏത് പ്രയാസം വന്നിട്ടുണ്ടെങ്കിലും നിസ്കാരം വിട്ടിട്ട് ഒരു കലിയില്ലാണ്ട് ഒരു പ്രതിജ്ഞ ഒരു തീർമാനം നിൻ്റെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് 2-3 കുറി ഇങ്ങനെ കർശമായ ഒരു തീർമാനത്തിൽ നിസ്കരിച്ചുകൊണ്ട് വന്നിട്ടായെങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിസ്കാരം മുടങ്ങുകേണ്ട ഒരു വിഷയം പണ്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം ഇബാദത്ത് മുത്തുനബി തങ്ങളുടെ സമുദായത്ത് മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലും റമദാൻ തിങ്കൾ നോമ്പ് നോക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഇതേതും അള്ളാഹു ബിൽപ്പാട്ടിയിട്ട് കൊടുത്തിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു കൊടുത്തതായിട്ട് എന്തെങ്കിലും നിസ്കാരം അള്ളാഹു ഡയറക്റ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലിപ്പാട്ടിയിട്ട് ഒരു സമ്മാനം, ഒരു പ്രൈസ്, ഒരു ഗിഫ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത്. ഇതിൽ ഞങ്ങൾക്കും ഒരു പാഠമുണ്ട്. ഞങ്ങളെ ഫാമിലിയെയും വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുത്തൊക്കെ പോകേണ്ടത്, ടൂർക്ക് പോകേണ്ടത്, ഞങ്ങളുടെ മനസ്സ് സമാധാനമുള്ള സമയത്തിൽ സിയാറത്തുക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ച വസ്തുക്കളെ കാണാൻ പോകേണ്ടത്, സമാധാനം ഉണ്ടെന്ന് ചൊല്ലൊരു ഒരു ഒരു വാക്യവും കൂടി ഒരു പാഠം കൂടി ഈ ഇസ്രാ മിറാജിലുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് ഈ നിസ്കാരം ഒരു നിലക്കും ഞങ്ങൾ ബുടവ് തീറ കൃത്യസമയത്ത് നിസ്കരിക്കാനാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ ഇസ്രാ മിറാജിലെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫ് കൊണ്ട് അവിടുത്തെ ഉമ്മത്തികളായ ഞങ്ങളെ അള്ളാഹു എല്ലാ ഷർറെടുത്തിട്ട് അള്ളാഹു സലാമത്തിലാക്കട്ടെ. കൃത്യസമയത്ത് നിസ്കരിക്കലങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തട്ടെ.